നമുക്കൊക്കെ ആക്സിഡൻറ്റുകൾ സംഭവിച്ച് കയ്യും കാലും തലയൊക്കെ പൊട്ടിയിട്ടേ അവിടെ 4, 5, 8 മണിക്കൂർ നമുക്ക് വേണ്ടി നിന്ന നിൽപ്പിൽ ഒരു ചായ പോലും കുടിക്കാൻ പോവാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലവഴിച്ച ഡോക്ടർമാരുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരൊന്ന് പോയി കാണണം, അവരോടൊക്കെ ഒന്ന് നന്ദി പറയണം. വേറെ ഒന്നിനല്ല, അസുഖം പരാതിയും പറയാനല്ലേ സാധാരണ പോവുക. ഒരു നന്ദി പറയാം, ഡോക്ടറെ ഞാൻ ഇപ്പോൾ ഉഷാറായി നടക്കുന്നുണ്ട് കേട്ടോ, വളരെ നന്ദിയുണ്ട്, എന്തെങ്കിലും ഹദിയ, ഒരു സമ്മാനം, നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ്, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഡോക്ടർ. നിങ്ങൾ ബില്ല് കൊടുത്തിട്ടുണ്ടാവും, ശരിയാണ്, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനപ്പുറമാണ് ആ ഡോക്ടറുടെ ഡെഡിക്കേഷൻ. ആൾക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ലക്ഷങ്ങളുണ്ടല്ലോ, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആളുടെ മനസ്സിന് അതിനൊരു ആഗ്രഹം, അല്ലെങ്കിൽ സന്നദ്ധത വന്നുകൊണ്ടല്ലേ ഓപ്പറേഷൻ നടക്കുന്നത്. 12, 13 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ഓപ്പറേഷൻ നടക്കണില്ലേ ചില വിഷയങ്ങൾ. നമ്മൾ കെട്ടിപ്പൊട്ടി അതൊക്കെ റെഡിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ കാരണക്കാരായ ആളുകളോട് എപ്പോഴെങ്കിലും പോയിട്ടെങ്കിലും ഒരു നന്ദി പറയണം കേട്ടോ. അത് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയുടെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനൊരു ഉപകാരം ഒരു മനുഷ്യൻ ചെയ്യുന്നിടത്ത് നമ്മൾ നന്ദി ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നന്ദി എത്രയാണ്.